നിലയ്ക്കാത്ത പീഡന പരമ്പരകൾക്ക് സാക്ഷികളാണ് കേരളത്തിലെ സാക്ഷര പൊതുസമൂഹം. സൂര്യനെല്ലിയിലെയും കിളിരൂരിലെയും കവിയൂരിലെയും ഒക്കെ പെൺകുട്ടികൾ ഉണങ്ങാത്ത മുറിവുകളായി ഇന്നും നമ്മുടെ മനസ്സിൽ നീറുമ്പോൾ തന്നെയാണ് അത്തരം പീഡന പരമ്പരകളിലേക്ക് പുതിയ പേരുകൾ, പുതിയ സാഹചര്യങ്ങൾ ചേർക്കപ്പെടുന്നത്. പക്ഷേ ക്രൈം എല്ലായ്പ്പോഴും ഒന്നു തന്നെ. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ചേർത്തു നിർത്തിയവരും കൂടെ നിന്നവരും തന്നെ ചവിട്ടിയരച്ച് ഇല്ലാതാക്കിയ കുഞ്ഞു പെൺജീവിതങ്ങൾ. പലരുടെ വിശ്വാസ വഞ്ചനയിൽ അകപ്പെട്ട് എരിഞ്ഞില്ലാതായി തീർന്ന ആ പെൺജീവിതങ്ങളെ വീണ്ടും വീണ്ടും ഓർത്തെടുക്കുന്നത് ഏറെ നൊമ്പരപ്പെടുത്തുന്നതാണ്. എങ്കിലും ഒരു പാഠമായെങ്കിലും ആ ജീവിത കഥകൾ നാം കൃത്യമായി അറിഞ്ഞിരിക്കണം. അറിയാം സൂര്യനെല്ലിയിലെ ആ പെൺകുട്ടിയെ. 1990കളിലാണ് തപാൽ വകുപ്പിൽ ജീവനക്കാരനായിരുന്ന ആ മനുഷ്യനും അദ്ദേഹത്തിന്റെ 2 പെൺമക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബം ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയെത്തിയത്. ഇടുക്കിയിലെ സൂര്യനെല്ലിയിലെ തപാൽ ഓഫീസിലായിരുന്നു അദ്ദേഹത്തിന് ജോലി. തന്റെ മക്കളെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ആ പിതാവിന് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം അവർക്ക് നൽകണം, അവരുടെ ഭാവി സുരക്ഷിതമാക്കണം. അങ്ങനെ അദ്ദേഹം ഏറ്റവും മികച്ച വിദ്യാഭ്യാസം തന്നെ അവർക്ക് നേടിക്കൊടുക്കുന്നതിനായി തങ്ങളുടെ താമസ സ്ഥലത്തു നിന്നും ഏകദേശം 50 കിലോമീറ്ററോളം ദൂരം അകലെയുള്ള ഒരു കോൺവെന്റ് സ്കൂളിൽ ആ 2 പെൺകുട്ടികളെയും ചേർത്തു. എല്ലാം സന്തോഷകരമായി പോയിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾക്കും പുതിയ സ്കൂളും പഠനാന്തരീക്ഷവും ഒക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. മൂത്ത പെൺകുട്ടി 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയതോടെ ആ സ്കൂളിൽ നിന്നും മാറി മറ്റൊരു സ്കൂളിലേക്ക് ഉപരിപഠനത്തിനായി പോകേണ്ടി വന്നു. പിന്നീട് ഇളയ കുട്ടി മാത്രമാണ് ആ സ്കൂളിൽ പഠിക്കാനുണ്ടായിരുന്നത്. വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് വളരെയധികം ദൂരമുണ്ടായിരുന്നതിനാലും അവളെ തനിച്ച് ആ സ്കൂളിൽ വിടാൻ മനസ്സ് വരാതിരുന്നതിനാലും ആ പിതാവ് മൂന്നാറിലുള്ള ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂളിലേക്ക് ഇളയ കുട്ടിയെ മാറ്റി. അങ്ങനെ അവളെ അവിടുത്തെ കോൺവെന്റിൽ തന്നെ ചേർക്കുകയും ചെയ്തു. പിന്നീട് ആഴ്ചയിൽ ഒരിക്കലായി അവൾ വീട്ടിൽ വന്നു പോകുന്നത്. അങ്ങനെ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ ആ കുടുംബം സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഓഫീസ് ജോലിക്കിടെ അദ്ദേഹത്തിന് ഒരു ഫോൺ വന്നു. മകൾ പഠിച്ച ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂളിൽ നിന്നായിരുന്നു ഫോൺ. വേഗം സ്കൂളിൽ എത്തണമെന്നും അവളെ അവിടെ കാണാനില്ല എന്നുമായിരുന്നു ഫോണിൽ ലഭിച്ച സന്ദേശം. ഭയന്നുപോയ ആ പിതാവ് വേഗത്തിൽ സ്കൂളിലെത്തി കാര്യങ്ങൾ തിരക്കി. സ്കൂളിലോ കോൺവെന്റിലോ മകളില്ല, വീട്ടിലും എത്തിയിട്ടില്ല. അദ്ദേഹം ഉടൻ തന്നെ സൂര്യനെല്ലി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. പക്ഷേ സംഭവം നടന്നത് മൂന്നാർ സ്റ്റേഷൻ പരിധിയിലായതിനാൽ പോലീസ് കേസ് മൂന്നാർ പോലീസിന് കൈമാറി. പോലീസ് വളരെ വേഗത്തിൽ അന്വേഷണം ആരംഭിച്ചു. പെൺകുട്ടിയെ കണ്ടെത്താനായില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി, ആഴ്ചകൾ കടന്നുപോയി, മാസങ്ങളോടടുത്തു. പെൺകുട്ടിയെക്കുറിച്ച് ഒരു വിവരവുമില്ല. അതോടെ തങ്ങളുടെ മകൾ ജീവിച്ചിരിപ്പുണ്ടായിരിക്കുമെന്നുള്ള പ്രതീക്ഷ പോലും ആ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു. പിന്നീട് അവർ ആഗ്രഹിച്ചത് അവരുടെ മൃതശരീരമെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നായിരുന്നു. അങ്ങനെ ആ കുടുംബം മുഴുവൻ ആകെ തകർന്ന അവസ്ഥയിലായി. ഒരു ദിവസം ഓഫീസിൽ ഏറെ വിഷമിച്ച് തന്റെ മകളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ പിതാവ്. അപ്പോൾ അവരുടെ ഓഫീസിന് പുറത്തായി ഒരു വാൻ വന്നു നിന്നു. വാൻ വന്ന് ഏറെ നേരം നിർത്തിയിട്ടും അതിൽ നിന്നും ആരും പുറത്തിറങ്ങുന്നില്ല. ഈ കാഴ്ചകളെല്ലാം തന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ജനാലയിലൂടെ അദ്ദേഹം കാണുന്നുണ്ടായിരുന്നു. ഏറെ നേരമായിട്ടും അതിൽ നിന്നും ആരും പുറത്തിറങ്ങാതെ വന്നപ്പോൾ അദ്ദേഹം പതിയെ എഴുന്നേറ്റ് ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പെട്ടെന്ന് വാഹനത്തിന്റെ വാതിൽ തുറന്നു. അതിൽ നിന്നും ആരോ ഒരു പെൺകുട്ടിയെ ബലമായി പുറത്തേക്ക് തള്ളിയിറക്കി. പെട്ടെന്ന് തന്നെ ആ വണ്ടി വളരെ വേഗത്തിൽ അവിടെ നിന്നും പാഞ്ഞു പോവുകയും ചെയ്തു. തല കുമ്പിട്ടുകൊണ്ട് താൻ ഇറങ്ങിയ അതേ സ്ഥലത്ത് തന്നെ ആ പെൺകുട്ടി നിശ്ചലയായി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് അവളുടെ മുഖം വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം അല്പം കൂടി അവൾക്കരികിലേക്ക് ചെന്നു. അപ്പോഴാണ് അത് തന്റെ മകളാണ് എന്ന് ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞത്. കഴിഞ്ഞ 40 ദിവസത്തോളമായി നാട് മുഴുവൻ പരിശോധിച്ചിട്ടും തനിക്ക് കണ്ടെത്താൻ കഴിയാതെ വന്ന തന്റെ മകൾ. അദ്ദേഹം സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവളുടെ മുഖത്തും കയ്യിലും കാലുകളിലുമൊക്കെ വളരെയധികം മുറിവുകൾ ഉണ്ടായിരുന്നു. പല മുറിവുകളിൽ നിന്നും രക്തം പോലും ഒഴുകുന്നുണ്ടായിരുന്നു. ഭയന്നുപോയ അദ്ദേഹം വേഗം അവളുമായി തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലെത്തി. അവിടെ എത്തിയ ഡോക്ടർ അവളെ വിദഗ്ധമായി പരിശോധിച്ചു. വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം പുറത്തേക്ക് വന്ന ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങൾ ആ മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിലും അധികമായിരുന്നു. തന്റെ മകൾ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കപ്പെട്ടിരിക്കുന്നു. ഒന്നല്ല, ഒരുപാട് തവണ. എന്തിനേറെ പറയുന്നു, അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് അവൾ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പോലും ക്രൂരമായ ലൈംഗിക പീഡനത്തിന് അവൾ ഇരയാക്കപ്പെട്ടിട്ടുണ്ട്.
ആകെ തകർന്നു പോയി ആ മനുഷ്യൻ. ആരോട് പറയും, എന്തു ചെയ്യും? അദ്ദേഹം പതിയെ ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന മകൾക്കരികിലേക്ക് നീങ്ങി. അവളുടെ കൈയെടുത്ത് മടിയിൽ വെച്ച് തലോടിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു, മോളെ, നിനക്ക് എന്താണ് പറ്റിയത്? അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ 40 ദിവസത്തെ ജീവിതം അച്ഛനോട് പറഞ്ഞു. ലോകത്ത് ഒരു പിതാവിനും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല അവൾ പറഞ്ഞ കഥകൾ. ആ കഥ ഇങ്ങനെയായിരുന്നു. മൂന്നാറിലെ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂളിൽ അവളെ ചേർത്തതിനു ശേഷം ആഴ്ചയിൽ ഒരിക്കൽ മാത്രമായിരുന്നു അവൾ വീട്ടിൽ വന്നു പോയിരുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം വീട്ടിലെത്തും. തിങ്കളാഴ്ച രാവിലെ പതിവ് പോലെ സ്കൂളിലേക്ക് മടങ്ങിപ്പോകും. ഈ യാത്ര പതിവായി ഒരു ബസ്സിലായിരുന്നു. ആ യാത്രക്കിടയിൽ എപ്പോഴോ ബസ്സിലെ ജീവനക്കാരനായ രാജു എന്നൊരു മനുഷ്യനുമായി അവൾ പ്രണയത്തിലായി. അവളേക്കാൾ പ്രായം കൊണ്ട് ഏറെ മുതിർന്ന വ്യക്തിയായിരുന്നു അയാൾ. 16 വയസ്സോളം പ്രായം അയാൾക്ക് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ അവരുടെ പ്രണയത്തിന് അതൊരു തടസ്സമായില്ല. ഇരുവരും തമ്മിൽ വളരെ സ്നേഹത്തിലായി. അതോടുകൂടി പരസ്പരം വീട്ടുകാരറിയാതെ കാണുകയും സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടുകയും ഒപ്പമുള്ള ചിത്രങ്ങൾ എടുക്കുന്നതുമൊക്കെ പതിവായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജു ഏറെ വിഷമത്തോടെ അവൾക്കരികിലെത്തി. തന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്നും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പണമില്ലെന്നും അയാൾ കരഞ്ഞുകൊണ്ട് അവളോട് പറഞ്ഞു. അയാളുടെ സങ്കടം കണ്ട് വിഷമം തോന്നിയ അവൾ തന്റെ കൈവശമുണ്ടായിരുന്ന പണം അയാൾക്ക് കൊടുത്തു. അന്ന് ബോർഡിങ്ങിൽ നിന്ന് പഠിച്ചിരുന്നത് കൊണ്ട് തന്നെ വീട്ടുകാർ ആവശ്യത്തിന് പോക്കറ്റ് മണി അവൾക്ക് നൽകിയിരുന്നു. പിന്നീട് രാജു അതൊരു പതിവാക്കി. പല കാരണങ്ങൾ പറഞ്ഞ് അവളിൽ നിന്നും പൈസ വാങ്ങിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം അയാൾ പതിവ് പോലെ സങ്കട കഥയുമായി അവൾക്കരികിലെത്തി. പക്ഷേ അന്ന് അവളുടെ കൈവശം അയാൾക്ക് കൊടുക്കാൻ പണമില്ലായിരുന്നു. അവൾ അത് തുറന്നു പറഞ്ഞു. പക്ഷേ അതുവരെ കണ്ട ഒരു രാജുവിനെ ആയിരുന്നില്ല അന്ന് അവൾ കണ്ടത്. അയാളിൽ വലിയൊരു ഭാവമാറ്റം. അയാൾ അവളോട് ദേഷ്യപ്പെട്ടു, മർദ്ദിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ ഭീഷണിയുടെ സ്വരവും ഉയർത്തി. ഭീഷണി മറ്റൊന്നുമായിരുന്നില്ല. അവർ ഇരുവരും ഒരുമിച്ചുള്ള ധാരാളം ചിത്രങ്ങൾ അയാളുടെ കൈവശമുണ്ടായിരുന്നു. ആ ചിത്രങ്ങൾ വീട്ടുകാരെ കാണിക്കുമെന്നായിരുന്നു അയാളുടെ ഭീഷണി. അതോടെ ആകെ തകർന്നുപോയ അവൾ വീട്ടിൽ നിന്ന് പലവിധ കാരണങ്ങൾ പറഞ്ഞ് പണം മേടിക്കുന്നത് പതിവാക്കി. ആ പണമെല്ലാം എത്തിയിരുന്നത് രാജുവിന്റെ കൈകളിലേക്കായിരുന്നു. ഒരിക്കൽ സ്കൂൾ ഫീസ് അടയ്ക്കാൻ നൽകിയ പണം പോലും ഇത്തരത്തിൽ രാജു കൈക്കലാക്കി. സ്കൂളിൽ ഫീസ് അടച്ചില്ലെങ്കിൽ അച്ഛൻ അറിയുമല്ലോ എന്ന് ഭയന്ന അവൾ തന്റെ കഴുത്തിലുണ്ടായിരുന്ന ഒരു സ്വർണത്തിന്റെ ചെറിയ ചെയിൻ സ്കൂളിനടുത്തുള്ള ഒരു കടയിൽ കൊണ്ടുപോയി പണയം വെച്ച് ആ പണം വാങ്ങി ഫീസ് അടച്ചു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ രാജു പുതിയൊരു പദ്ധതി ആസൂത്രണം ചെയ്തു. പല തവണകളായി അവളിൽ നിന്നും ചെറിയ തുക കൈക്കലാക്കുന്നതിന് പകരം എന്തുകൊണ്ട് അവളെ ഉപയോഗിച്ച് വലിയൊരു തുക കൈക്കലാക്കിക്കൂടാ എന്ന് അയാൾ ചിന്തിച്ചു. അങ്ങനെ പുതിയൊരു പദ്ധതിയുമായി അയാൾ അവൾക്ക് മുൻപിലെത്തി. അവളോട് വീണ്ടും പ്രണയം നടിച്ചു. അവളില്ലാതെ തനിക്ക് ജീവിക്കാനാകില്ലെന്നും എത്രയും വേഗത്തിൽ വിവാഹം കഴിച്ച് നാടുവിടണമെന്നും അയാൾ അവളോട് പറഞ്ഞു. അയാളുടെ മോഹന വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച ആ പെൺകുട്ടി അതിന് സമ്മതിച്ചു. ഇതിനിടയിൽ ഒരു കാര്യം കൂടി രാജു അവളോട് പറഞ്ഞിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപായി ആവശ്യത്തിന് പണവും സ്വർണവും വസ്ത്രങ്ങളും കയ്യിൽ കരുതണം. വിവാഹത്തിന് ശേഷമുള്ള ചിലവുകൾക്ക് അത് ഉപകരിക്കും. അവൾ അയാൾ പറഞ്ഞതെല്ലാം അനുസരിച്ചു. ഒരു ദിവസം വെള്ളിയാഴ്ച വീട്ടിലെത്തിയ അവൾ ആവശ്യത്തിന് പണവും സ്വർണ്ണാഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെയായി വീട്ടിൽ നിന്നിറങ്ങി. സ്കൂളിലേക്ക് പോകുന്നുവെന്നായിരുന്നു വീട്ടിൽ പറഞ്ഞത്. ആ യാത്ര പതിവുള്ളതായതിനാൽ മാതാപിതാക്കൾക്കും പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയില്ല. അങ്ങനെ രാജു പറഞ്ഞുറപ്പിച്ചതനുസരിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ അവൾ ബോർഡിങ്ങിൽ നിന്നും നുണ പറഞ്ഞ് പുറത്തിറങ്ങി. വീട്ടിൽ അമ്മയ്ക്ക് സുഖമില്ലെന്നും എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്നുമായിരുന്നു ബോർഡിങ്ങിൽ അവൾ പറഞ്ഞത്. അങ്ങനെ അവൾ മൂന്നാർ ടൗണിലെത്തി. അവിടെ രാജു അവളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. മൂന്നാറിൽ നിന്നും കോതമംഗലത്തേക്കായിരുന്നു അവർ പോയത്. കോതമംഗലത്ത് തന്റെ ഒരു സുഹൃത്തുണ്ടെന്നും വിവാഹത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അയാളെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് എന്നും രാജു അവളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അതീവ തന്ത്രശാലിയായിരുന്നു രാജു. മൂന്നാറിൽ നിന്നും കോതമംഗലത്തേക്ക് ബസ് കയറിയ അവർ ഒരു സീറ്റിലായിരുന്നില്ല ഇരുന്നത്. അവളെ അയാൾ സ്ത്രീകളുടെ സീറ്റിൽ ഏറ്റവും മുൻവശത്തായിരുത്തി. ശേഷം അയാൾ ഏറ്റവും പുറകിൽ പുരുഷന്മാരുടെ സീറ്റിലും ഇരുന്നു. ആർക്കും സംശയം തോന്നാതിരിക്കാനാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നും അയാൾ അവളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. പക്ഷെ ഇതിനിടയിൽ അയാൾ തന്ത്രപൂർവം അവളുടെ കൈവശമുണ്ടായിരുന്ന പണവും സ്വർണ്ണാഭരണങ്ങളും അടങ്ങിയ ബാഗ് തന്റെ കൈപ്പിടിയിൽ ആക്കിയിരുന്നു. അങ്ങനെ കോതമംഗലത്തേക്ക് അവർ യാത്ര ആരംഭിച്ചു. കോതമംഗലത്തെത്തിയതും അവൾ ബസ്സിൽ നിന്നും ഇറങ്ങാനായി എഴുന്നേറ്റ് രാജു ഇരുന്ന സീറ്റിലേക്ക് നോക്കി. അവിടെ അയാൾ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അയാൾ പുറത്തിറങ്ങിക്കാണുമെന്ന് അവൾ കരുതി. അങ്ങനെ അവൾ ബസ്സിൽ നിന്നും പുറത്തിറങ്ങി അവിടെയെല്ലാം പരിശോധിച്ചു. പക്ഷെ അവിടെ എങ്ങും രാജു ഉണ്ടായിരുന്നില്ല.
ഏറെ നേരം അയാൾ എവിടെ നിന്നെങ്കിലും വരുമെന്ന് കരുതി അവൾ അവിടെ കാത്തുനിന്നു. പക്ഷേ ഫലമുണ്ടായില്ല. പരിചയമില്ലാത്ത നാട്, പരിചയമില്ലാത്ത നാട്ടുകാർ, എങ്ങോട്ട് പോകും? ആകെ ആശങ്കയിലും പ്രതിസന്ധിയിലും വിഷമത്തിലുമായി അവൾ. ഒടുവിൽ കോട്ടയത്തുള്ള തന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകാൻ അവൾ തീരുമാനിച്ചു. അങ്ങനെ കോതമംഗലത്ത് നിന്നും അവൾ കോട്ടയത്തേക്ക് ബസ് കയറി. പക്ഷെ കോട്ടയത്ത് നിന്നും മറ്റൊരു ബസ്സിൽ കൂടി കയറിയാൽ മാത്രമേ ബന്ധുവിന്റെ വീട്ടിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ. അവൾ കോട്ടയത്തെത്തിയപ്പോൾ തന്നെ സമയം ഏറെ വൈകിയിരുന്നു. അപ്പോഴേക്കും ബന്ധുവിന്റെ വീടിരിക്കുന്ന സ്ഥലത്തേക്കുള്ള അവസാന ബസ്സും പോയിരുന്നു. അതോടെ തനിക്ക് മുൻപിലെ എല്ലാ വഴികളും അടഞ്ഞതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. എന്തു ചെയ്യണമെന്നറിയാതെ കരഞ്ഞുകൊണ്ട് അവൾ കോട്ടയം ബസ് സ്റ്റാൻഡിലിരുന്നു. ആ സമയത്താണ് അവൾക്കരികിലേക്ക് ഒരു രക്ഷകയെ പോലെ ഒരു സ്ത്രീ എത്തുന്നത്. അവർ അവൾക്ക് തന്നെ സ്വയം പരിചയപ്പെടുത്തി. ഉഷ എന്നാണ് തന്റെ പേരെന്നും എന്താണ് ഇവിടെ വിഷമിച്ചിരിക്കുന്നത് എന്നും അവർ അവളോട് ചോദിച്ചു. താൻ കുറെ നേരമായി അവളെ നിരീക്ഷിക്കുകയായിരുന്നുവെന്നും എന്താണ് പറ്റിയത് എന്നും ആ സ്ത്രീ സ്നേഹത്തോടെ അവളോട് ചോദിച്ചു. അവരെ പൂർണ്ണമായി വിശ്വസിച്ചിട്ടോ അല്ലയോ, എന്തായാലും അവൾ തന്റെ കഥകളെല്ലാം അവരോട് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് വിഷമിക്കേണ്ടെന്നും ഒരു രാത്രി അവൾക്ക് താമസിക്കാനുള്ള സൗകര്യം താൻ ചെയ്തു തരാമെന്നും തൊട്ടടുത്ത ദിവസം ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകാൻ ബസ് കയറ്റി വിടാമെന്നും പറഞ്ഞു. അത് അവൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ശേഷം ആ സ്ത്രീ മറ്റാരോടൊക്കെയോ ഫോണിൽ സംസാരിക്കുന്നത് അവൾ കണ്ടു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർക്കരികിലേക്ക് മാന്യമായി വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ കാറിൽ നിന്നിറങ്ങി പതിയെ വന്നു. ആ സ്ത്രീ അവൾക്ക് അയാളെ പരിചയപ്പെടുത്തി. അദ്ദേഹത്തിന്റെ പേര് അഡ്വക്കേറ്റ് ശ്രീകുമാർ എന്നാണെന്നും അവിടെ അടുത്ത ഒരു ഫ്ളാറ്റിൽ അമ്മയോടൊപ്പമാണ് താമസിക്കുന്നതെന്നും ആ സ്ത്രീ അവളോട് പറഞ്ഞു. ഈ ഒരു രാത്രി അയാളുടെ വീട്ടിൽ താമസിച്ച് പിറ്റേന്ന് രാവിലെ തന്നെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകാമെന്നും അവളോട് പറഞ്ഞു. ഏതായാലും അവൾ അതിന് സമ്മതിക്കുകയും അയാളോടൊപ്പം കാറിൽ കയറി പോവുകയും ചെയ്തു. അധികം വൈകാതെ അവർ അയാളുടെ താമസ സ്ഥലത്തെത്തി. പക്ഷേ അപ്പോൾ മാത്രമാണ് അതുവരെ ആ സ്ത്രീയും ആ മനുഷ്യനും തന്നോട് പറഞ്ഞതൊക്കെയും കള്ളമായിരുന്നുവെന്ന് അവൾ തിരിച്ചറിഞ്ഞത്. അയാളുടെ യഥാർത്ഥ പേര് ധർമ്മരാജൻ എന്നായിരുന്നു. അയാൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ആ രാത്രി മുഴുവൻ ആ മനുഷ്യൻ അവളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. പക്ഷെ അവിടം കൊണ്ടും അയാളുടെ ക്രൂരത അവസാനിച്ചില്ല. അയാൾ തന്റെ പല സുഹൃത്തുക്കൾക്കും അവളുടെ വിവരങ്ങൾ നൽകി അവളെ അവർക്ക് വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തൊട്ടടുത്ത ദിവസം മുതൽ നിരവധി ആളുകൾ അവളെ തേടിയെത്തി. ചിലർക്കരികിലേക്ക് അവളെ അയാൾ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവളെ എത്തിച്ച് അയാൾ അവളെ വിൽപ്പന ചരക്കാക്കി. ക്രൂരമായ പീഡനം ഇനിയും തുടർന്നാൽ അവൾ മരണപ്പെടുമെന്ന അവസ്ഥ എത്തുകയും ചെയ്തപ്പോഴാണ് സ്വന്തം പിതാവിന് മുൻപിൽ അവളെ അവർ നടതള്ളിയത്. തന്റെ കാണാമറയത്തായിരുന്ന 40 ദിവസങ്ങളിൽ തന്റെ മകൾ അനുഭവിച്ച ക്രൂരമായ പീഡനം ആ പിതാവിന് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ചങ്കുപൊട്ടി ആ മനുഷ്യൻ കരഞ്ഞു. അപ്പോൾ അവളെ ചികിത്സിച്ച ഡോക്ടർ അയാൾക്കരികിലെത്തി പറഞ്ഞു, ഈ വിവരം പോലീസിനെ അറിയിക്കണം, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. അങ്ങനെ അദ്ദേഹം സൂര്യനെല്ലി പോലീസ് സ്റ്റേഷനിലെത്തി തന്റെ മകൾക്കു സംഭവിച്ച കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് പ്രതിഭാഗത്തുണ്ടായിരുന്നവർ പണവും സ്വാധീനവും ഉണ്ടായിരുന്നവർ ആയിരുന്നത് കൊണ്ട് തന്നെ പോലീസ് ആദ്യഘട്ടത്തിൽ കേസിൽ കാര്യമായ അന്വേഷണങ്ങൾ ഒന്നും നടത്തിയില്ല. പിന്നീട് കോടതി ഇടപെടലിനെ തുടർന്ന് പോലീസ് കാര്യക്ഷമമായി തന്നെ കേസ് അന്വേഷിക്കുകയും പെൺകുട്ടി നൽകിയ വിവരങ്ങൾ അനുസരിച്ച് മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പീരുമേട് സെഷൻസ് കോടതിയിലാണ് വിചാരണ തുടങ്ങിയത്. 1999 പൊതുജന സമ്മർദ്ദത്തെ തുടർന്ന് മന്ത്രിസഭാ തീരുമാനമനുസരിച്ച് കോട്ടയത്തെ ഒരു പ്രത്യേക കോടതി ഈ കേസിന്റെ വിചാരണയ്ക്കായി രൂപീകരിക്കുകയുണ്ടായി. ഇതായിരുന്നു കേരളത്തിലെ ആദ്യത്തെ പ്രത്യേക കോടതി. 2000 സെപ്റ്റംബർ 6 പ്രത്യേക കോടതി 35 പ്രതികൾക്ക് 3 മുതൽ 13 വർഷം വരെ തടവ് ശിക്ഷ വിധിച്ചു. ഒന്നാം പ്രതിയായ കണ്ടക്ടർ രാജുവിനും രണ്ടാം പ്രതിയായ ഉഷയ്ക്കും 13 വർഷം വീതം തടവ് ശിക്ഷ ലഭിച്ചു. മറ്റു കുറ്റങ്ങൾക്ക് ഇവർക്ക് 4 വർഷം തടവ് ശിക്ഷയും നൽകപ്പെട്ടു. 4 പ്രതികളെ വെറുതെ വിടുകയുണ്ടായി. വിചാരണയുടെ ആദ്യഘട്ടത്തിൽ ഒളിവിലായിരുന്ന ധർമ്മരാജൻ കർണാടകയിൽ പാറമടയിൽ ജോലിക്കാരനായി ജീവിക്കവേ 2000 സെപ്റ്റംബർ 17 പോലീസ് പിടിയിലായി. ധർമ്മരാജനായി പ്രത്യേക കോടതി പ്രത്യേക വിചാരണ നടത്തുകയും വിചാരണയ്ക്കൊടുവിൽ 2002 ജൂലൈ 13 ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തു. എന്നാൽ കേസ് അവിടം കൊണ്ട് അവസാനിച്ചില്ല. പ്രതികൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. 2005 ജനുവരി 20 കേരള ഹൈക്കോടതി മുന്നേ ശിക്ഷിക്കപ്പെട്ട 35 പേരെ വെറുതെ വിടുകയും ധർമ്മരാജൻ മാത്രമാണ് കുറ്റക്കാരനെന്നും ഇയാളുടെ കുറ്റം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വേശ്യാവൃത്തിക്കായി സ്വീകരിക്കുകയും വിൽക്കുകയും ചെയ്തു എന്നതു മാത്രമാണെന്നും വിധിച്ചു.
ഇയാളുടെ ശിക്ഷ 5 വർഷം തടവ്, 50,000 രൂപ പിഴ എന്നിവ മാത്രമായി ഇളവ് ചെയ്യുകയുമുണ്ടായി. പെൺകുട്ടി സമ്മതിച്ചതുകൊണ്ടാണ് പ്രതികൾ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും പെൺകുട്ടിക്ക് 16 വയസ്സായതിനാൽ ലൈംഗിക സ്വാതന്ത്ര്യത്തിനുള്ള പ്രായമായതിനാൽ ബലാത്സംഗം ചെയ്തെന്ന വാദം നിലനിൽക്കില്ലെന്നും ഒപ്പം പെൺകുട്ടി 40 ദിവസം പലരോടൊപ്പം കഴിഞ്ഞിട്ടും രക്ഷപ്പെടാൻ ഒരു ശ്രമവും നടത്തിയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. പ്രതികളിൽ പലരും പെൺകുട്ടിയുമായി 2ലേറെ തവണ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും പെൺകുട്ടി ചെറുത്തു നിന്നിരുന്നു എന്നതിന്റെ ഒരു ലക്ഷണം പോലും അവളുടെ ശരീരത്തിൽ കാണപ്പെട്ടിരുന്നില്ല എന്നും കോടതി നിരീക്ഷിച്ചത് വിവാദമുണ്ടാക്കി. എന്നാൽ ഹൈക്കോടതിയുടെ ഈ വിധിക്കെതിരെ കേരള സർക്കാരും പെൺകുട്ടിയുടെ അച്ഛനും സുപ്രീം കോടതിയെ സമീപിച്ചു. 2013 അപ്പീൽ വിചാരണ വേളയിൽ സർക്കാർ കോടതിയെ അറിയിച്ചതനുസരിച്ച് 40 ദിവസത്തിനകം 37 പേർ ചേർന്ന് 67 തവണ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതിൽ ഒന്നിലധികം തവണ കൂട്ടബലാത്സംഗത്തിനും പെൺകുട്ടി ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. 2013 ജനുവരി 31 സുപ്രീം കോടതി ഹൈക്കോടതി വിധി അസ്ഥിരപ്പെടുത്തുകയും വീണ്ടും വാദം കേൾക്കാനായി ഹൈക്കോടതിയിലേക്ക് കേസ് തിരികെ അയക്കുകയും ചെയ്തു. കേരള ഹൈക്കോടതിയിൽ കേസിന്റെ പുനർവിചാരണ തുടങ്ങുകയും 2014 ഏപ്രിൽ 4 വിധി പ്രസ്താവിക്കുകയും ചെയ്തു. മുഖ്യപ്രതി ധർമ്മരാജന് പ്രത്യേക കോടതി നൽകിയ ജീവപര്യന്തം തടവ് ശിക്ഷ ഈ വിധിയിൽ ഹൈക്കോടതി ശരിവെച്ചു. ഈ കാലയളവിനുള്ളിൽ മരണപ്പെട്ട 5 പേരെ ഒഴിവാക്കിയായിരുന്നു വിധി. പ്രോസിക്യൂഷൻ കേസിലെ പ്രതികളിൽ 7 പേരെ ഹൈക്കോടതി തെളിവിന്റെ അഭാവം, കൃത്യമായി തിരിച്ചറിയാതിരിക്കൽ, സംശയത്തിന്റെ ആനുകൂല്യം എന്നീ കാരണങ്ങളാൽ വിട്ടയച്ചു. ജസ്റ്റിസ് ആർ ബസന്ത് ഉൾപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പഴയ വിധിയിൽ പെൺകുട്ടിക്കെതിരെ നടത്തിയിരുന്ന പെൺകുട്ടി ബാലവേശ്യയാണെന്നും മൊഴി അവിശ്വസനീയമാണെന്നുമുള്ള പ്രസ്താവങ്ങൾ പുതിയ വിധിയിൽ നീക്കം ചെയ്യുകയും പെൺകുട്ടിയുടെ മൊഴി വിശ്വസനീയമാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. ഈ കേസിന് ശേഷമാണ് കേരളത്തിൽ പോക്സോ നിയമം നിലവിൽ വന്നത്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടിയുമായി സമ്മതത്തോടെയോ അല്ലാതെയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ബലാത്സംഗ കുറ്റമായി കണക്കാക്കപ്പെടുകയും ചെയ്യും എന്ന ചട്ടം നിലവിൽ വരികയും ചെയ്തത് ഈ കേസിന് പിന്നാലെയാണ്.